വെക്ടർ സ്പേസിലെ ബേസിസ് ഓഫ് എ വെക്ടർ സ്പേസ് ആണ് ഇനി പറയുന്നത്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ബേസിസിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ഡെഫിനേഷൻ: ലെറ്റ് B be a vector space. A subset B of V is called a basis of V if B has the following properties. First one, B is linearly independent. Second one, B spans V, that is span of D equal to V. അതായത് നമ്മൾ ഇത്രയും നേരം എന്താ പഠിച്ചത്? സ്പാനിങ് സെറ്റ് എന്താണെന്ന് പഠിച്ചു, ഒരു വെക്ടർ സ്പേസിൻ്റെ സ്പാനിങ് സെറ്റ് എന്താണെന്നും ലീനിയർലി ഇൻഡിപെൻഡൻസ് എന്താണെന്നും കൂടെ പഠിച്ചല്ലേ. അപ്പോൾ ഒരു സബ്സെറ്റ് വെക്ടർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ട്. ആ ഒരു സബ്സെറ്റ് കൊണ്ട് നമുക്ക് വെക്ടർ സ്പേസിനെ തന്നെ സ്പാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, സ്പാൻ ചെയ്യാനും കൂടെ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യാനും കൂടെ പറ്റുമെങ്കിൽ നമുക്ക് ആ സബ്സെറ്റിനെ നമുക്ക് ആ വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ആണെന്ന് പറയാം. ഓക്കെ, ഒരു വെക്ടർ സ്പേസിൻ്റെ സബ്സെറ്റ് ബേസിസ് ആണെന്ന് പറയാൻ രണ്ട് കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. ഒന്നാമത്തത് ബി എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. രണ്ടാമത്തത് സ്പാൻ ഓഫ് ഡി ഈക്വൽ ടു വി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ബേസിസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾസ് എന്താ നോക്കാം. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് പരിചയമുള്ള എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മൾ എല്ലാത്തിലും ഫസ്റ്റ് തന്നെ എന്താ പറഞ്ഞത്? വി ഈക്വൽ ടു R2 ആൻഡ് എഫ് ഈക്വൽ ടു R ചൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സബ്സെറ്റ് ബി, നമ്മൾ ബി എന്ന് പറയുന്നൊരു സബ്സെറ്റ് എടുക്കുകയാണ്, 1 0 0 1. ഓക്കെ, ഇത് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻസ് നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം സ്പാൻ ഈ സെറ്റ് 1 0 0 1 എന്ന് പറയുന്ന സെറ്റിനെ കൊണ്ട് നമുക്ക് R2ലെ ഏതൊരു ആർബിട്രറി എലിമെൻ്റ് എടുത്താലും അതിനെ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ സ്പാൻ ഓഫ് ബി ഈക്വൽ ടു R2 ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഈ ബി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ബേസിസ് ഓഫ് R2 എന്ന് പറയാം. ബേസിസ് ഓഫ് R2. ഇതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് എന്നൊക്കെ പറയും കേട്ടോ. സ്റ്റാൻഡേർഡ് ബേസിസ്, അതുപോലെ തന്നെ നാച്ചുറൽ ഒരു കാനോണിക്കൽ ബേസിസ് എന്നെല്ലാം പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ RNAയുടെ ബേസിസ് അപ്പോൾ പറയാമോ? ഇതൊന്നാമത്തെ എക്സാമ്പിൾ. രണ്ടാമത്തത് പി ഈക്വൽ ടു RN ആണ് ഞാൻ എടുത്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച സെറ്റ് ഏതായിരുന്നു? എസ് എന്ന് പറയുന്നൊരു സെറ്റിനെ പറ്റി പഠിച്ചല്ലേ. ഇങ്ങനെ E1 E2 എക്സെട്ര അപ് ടു EN. അതിൽ EI എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? 0 0 എക്സെട്ര. ith പൊസിഷനിൽ മാത്രം 1 വരും അല്ലേ, ബാക്കി എല്ലാ പൊസിഷനിലും 0 വരും. അങ്ങനെയുള്ള എലമെൻസിൻ്റെ കളക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, അതുപോലെ തന്നെ ഇത് സ്പാൻ ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് എസ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു RN എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അതുകൊണ്ടാണ് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. അപ്പോൾ ഇതെന്ത് പറയാം? എസ് ഈസ് എ ബേസിസ് എന്ന് പറയാം. എസ് ഈസ് എ ബേസിസ് ഓഫ് RN. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും? ഈ ഒരു ബേസിസ്, അതായത് ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്? 1 0 0 എക്സെട്ര 0 0 1 0 0 എക്സെട്ര 0 എക്സെട്ര അപ് ടു 0 0 എക്സെട്ര അപ് ടു 1 അല്ലേ. ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് അല്ലെങ്കിൽ കാനോണിക്കൽ ബേസിസ്, നാച്ചുറൽ ബേസിസ് എന്നൊക്കെ പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പം ബേസിസ് ഒരിക്കലും യൂണീക്ക് അല്ല, ഇഷ്ടം പോലെ ബേസിസ് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ R2 എടുത്തു കഴിഞ്ഞാൽ R2ന് ഒരു ബേസിസ് ഒന്നുമല്ല, ഇഷ്ടം പോലെ ബേസിസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നതെല്ലാം സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. അപ്പം സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ ഫോം നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം, അത്രയേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് എന്താ നോക്കുന്നത്? നമുക്ക് R2 ഓഫ് എക്സ് എടുക്കാം. ബി ഈക്വൽ ടു R2 ഓഫ് എക്സ് അല്ല RN ഓഫ് എക്സ് എടുക്കാം. അതായത് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഹൂസ് ഡിഗ്രി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇവിടെ ഞാൻ എഫ് എടുക്കുന്നത് R തന്നെ, റിയൽ പോളിനോമിയൽസ് ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സെറ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 x സ്ക്വയർ എക്സെട്ര അപ് ടു x റേസ് ടു n അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്ത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്കെലാസ് 0 ആണെന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു പോളിനോമിയലിലും, അതായത് RN ഓഫ് എക്സിലെ പോളിനോമിയലിൻ്റെ ഫോം എങ്ങനെയാണ് വരിക? P ഓഫ് എക്സ് ഈക്വൽ ടു A0 പ്ലസ് A1 ഇൻറ്റു എക്സ് പ്ലസ് A2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു AN ഇൻറ്റു എക്സ് റേസ് ടു n എന്നല്ലേ വരിക. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? A0 ഇൻറ്റു 1 പ്ലസ് A1 ഇൻറ്റു എക്സ് പ്ലസ് A2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു AN ഇൻറ്റു എക്സ് റേസ് ടു n. അതായത് നമുക്കിപ്പം A0ഉം A1ഉം A2ഉം എക്സെട്ര AN ഒക്കെ ഫീൽഡിൽ എലമെൻറ്റ്സ് അല്ലേ, റിയൽ നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് പറയാം 1 എക്സ് സ്ക്വയർ എക്സെട്ര അപ് ടു എക്സ് റേസ് ടു n ലീനിയർ കോമ്പിനേഷനല്ലേ എഴുതിയിരിക്കുന്നത്. അതായത് വിച്ച് ബിലോങ്സ് ടു സ്പാൻ ഓഫ് 1 എക്സ് സ്ക്വയർ എക്സെട്ര അപ് ടു എക്സ് റേസ് ടു n.
അതായത് നമുക്ക് ഈ എലമെൻറ്റ്, അതായത് 1x എക്സ് സ്ക്വയർ എക്സെട്രാ അപ് ടു എക്സ് റേസ് ടു n എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഏതൊരു പോളിനോമിയലിനെയും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ പോളിനോമിയൽസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ ഏതൊരു പി ഓഫ് എക്സിനെ എഴുതുക. അതിനെയാണല്ലോ നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാം സ്പാൻ ഓഫ് ബി ഈക്വൽ ടു Rn ഓഫ് എക്സ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ബി എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പാനിങ് സെറ്റും ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതെന്ന് പറയുന്നത് ബേസിസ് ആണ്. ബി ഈസ് എ ബേസിസ് ഓഫ് Rn ഓഫ് എക്സ്. ഇവിടെ Rn ഓഫ് എക്സിൽ ഇതൊരു നാച്ചുറൽ ബേസിസ് ആണ് കേട്ടോ, അതല്ലെങ്കിൽ നമ്മൾ കാനോണിക്കൽ ബേസിസ്, അല്ലെങ്കിൽ ഇതാണ് സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാവുന്നത് എന്താണ്, അപ്പം ബേസിസ് ഇപ്പം നമ്മളിതൊക്കെ എന്താണ് ഫൈനൈറ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആയിരിക്കും. ഡയമെൻഷൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇനി നമുക്ക് 2-3 തിയറംസ് ആണ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചോദിക്കട്ടെ, മെട്രിക്സിൻ്റെ ബേസിസ് എന്തായിരിക്കും എന്ന് പറയാമോ? മെട്രിക്സ് ഞാനൊരു മെട്രിക്സ് എടുക്കുന്നത് ഇത് 4ാമത്തെ എക്സാമ്പിളായിട്ട് M2/2/R. ഇതാണ് എൻ്റെ വെക്ടർ സ്പേസ്. ഫീൽഡ് എന്ന് പറയുന്നത് ആറാന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിൽ എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും വരുന്നത്? ഇത് വെക്ടർ സ്പേസ് ആണ്, അതുപോലെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ എലമെൻറ്റ്സ് എങ്ങനെയാണ് വരുന്നത്? സെറ്റ് ഓഫ് ഓൾ ABCD such that A, B, C, D belongs to R അല്ലേ? ഈ എലമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് സ്പാൻ ചെയ്യുന്നത്? ABCD എന്ന് പറയുന്ന എലമെൻറ്റിനെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസിലെ എലമെൻറ്റ്സ് ഏതൊക്കെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ബേസിസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സ്പാനിങ് സെറ്റ് ഫസ്റ്റ് കണ്ടുപിടിക്കാം. ABCD എന്ന് പറയുന്ന സെറ്റിനെ നമുക്ക് ഇങ്ങനെ സ്പാൻ ചെയ്യാമല്ലോ. A ഇൻറ്റു ഏതിൻ്റെയൊക്കെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് എഴുതാൻ പറ്റുക നോക്കിയാൽ മതി. പ്ലസ് B ഇൻറ്റു 0 1 0 0 പ്ലസ് C ഇൻറ്റു 0 0 1 0 പ്ലസ് D ഇൻറ്റു 0 0 0 1. ഇത് നോക്കി, ഈ എലമെൻറ്റ് ഈ ഒരു കളക്ഷനിൽ വരുന്നതല്ലേ, ഈ 4 ഈ ഒരു കളക്ഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സിനെ A ഇൻറ്റു B ഇൻറ്റു C ഇൻറ്റു D, അതായത് എയും ബിയും സിയും ഡിയും ഒക്കെ സ്കെലാസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? വിച്ച് ബിലോങ്സ് ടു സ്പാൻ ഓഫ്, അതായത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് 4 വെക്ടേഴ്സ് അല്ലെ, ദീസ് 4 മെട്രിസസ്. അപ്പോൾ നമുക്കെന്ത് പറയാം? സ്പാൻ ഓഫ് 1 0 0 0, 0 1 0 0, 0 0 1 0, 0 0 0 1 അല്ലേ, 0 0 0 1. ഓക്കെ, ഇനി നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനെ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും കൂടെ പറയാം. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മളുടെ ബേസിസ്. ഈ സെറ്റിനെയാണ് നമ്മൾ ബേസിസ് ഓഫ് M2 ഓഫ് R എന്ന് പറയുന്നത്. ഓക്കെ, തന്നിരിക്കുന്ന വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ആണ് P ഈക്വൽ ടു M2/2/R. ഓക്കെ, ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് ഉണ്ടാക്കുന്നത്. പിന്നിപ്പോൾ എന്താ, ഇനിയിപ്പോൾ നമുക്ക് 2 തിയറംസ് ആണ്, അത് നമുക്ക് പറയാം. തിയറം സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: എ നോൺ എംപ്റ്റി സബ്സെറ്റ് S of a vector space V is a basis of V if and only if every element of V can be expressed in a unique way as a linear combination of elements of S. അതായത് നമുക്ക് വെക്ടർ സ്പേസിലെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് S ഉണ്ട്, അതൊരു ബേസിസ് ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് കേട്ടോ. ബിയിലെ ഏതൊരു എലമെൻറ്റിനെയും എസ്സിലെ എലമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റണം. ഇനി യുണീക്ക്, ഓക്കെ, യുണീക്കായിട്ട് നമുക്ക് വിയിലെ ഏതൊരു എലമെൻറ്റിനെ എടുത്താലും എസ്സിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ വിയിലെ ഏതൊരു എലമെൻറ്റിനെയും എസ്സിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ടൊരു യുണീക്ക് വേയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പറയാം എസ്സിലെ എലമെൻറ്റ്സ് ബേസിസ് ആണ്, അതായത് എസ് എന്ന് പറയുന്ന സബ്സെറ്റ് ബേസിസ് ആണെന്ന് പറയാം. ഓക്കെ, പ്രൂഫ് വലിയ ടഫൊന്നുമല്ല, സിമ്പിളാണ്. നമുക്ക് യുണീക്കാണ് എന്നുള്ളതൊക്കെ അല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ പ്രൂവ് ചെയ്യാന്ന്. നമുക്ക് നോക്കാം പ്രൂഫ്. നമ്മൾ ആദ്യം എന്താ അസ്യൂം ചെയ്യാം? നമുക്ക് ആദ്യമായിട്ട് പ്രൂവ് ചെയ്യേണ്ടത് എസ് സബ്സ് ബേസിസ് ആണ്, ഇംപ്ലൈസ് യൂണീക്ക് റെപ്രസെൻറ്റേഷൻ. വിയിലെ എല്ലാ എലമെൻറ്റ്സിനും യൂണീക്ക് റെപ്രസെൻറ്റേഷനേ ഉള്ളൂ. അങ്ങനെയല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ആദ്യം സപ്പോസ് നമുക്ക് വി എന്ന് പറയുന്നൊരു വെക്ടർ സ്പേസ് തന്നിട്ടുണ്ട്, എസ് എന്ന് പറയുന്നതിന് നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. അതുപോലെ തന്നെ അന്ന് ഞാൻ എഴുതാം. സപ്പോസ് നമുക്ക് ആദ്യം ഒരു പാർട്ട് നോക്കാം, ദിസ് പാർട്ട്. സപ്പോസ് എസ് ഈസ് എ ബേസിസ്. എസ് ബേസിസ് ആണ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വിയിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് ലീനിയർ കോമ്പിനേഷനിൽ യൂണീക്ക് റെപ്രസെൻറ്റേഷനേ ഉള്ളൂ എന്നാണ് പറയേണ്ടത്. ഇനി എസ് ബേസിസ് ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ബേസിസിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം?
ബൈ ഡെഫിനേഷൻ ഓഫ് എ ബേസിസ് നമുക്ക് പറയാം എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു വി. ഓക്കെ, ഇനി സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു വി എന്നുണ്ടല്ലേ നമ്മളെ കയ്യിൽ. ഈ സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞാൽ എന്താണ്? എസിൻ്റെ വിയുടെ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിൽ എസ്സിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതല്ലേ സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ. സ്പാൻ എസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ്. എസ്സിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ്റെ കളക്ഷനെയാണ് നമ്മൾ സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത്. ആ സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടിയിട്ടുണ്ട്? വി. അതായത് വിയിൽ ഏതൊരു എലമെൻ്റ് എടുത്താലും നമുക്കൊരു എസ്സിലെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഒരു ലീനിയർ കോമ്പിനേഷൻ്റെ എക്സിസ്റ്റൻസ് നമ്മളവിടെ പറഞ്ഞു. ഇനി അതിനെ യുണീക്ക് ആണെന്നും കൂടെ പറഞ്ഞാൽ മതി. സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു വി എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വിയിലെ ഏതൊരു എലമെൻറ്റിനെയും എസ്സിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് എഴുതിയാൽ മതി? ഇത് യുണീക്ക് ആണെന്നും കൂടെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കത് പറയാം. സിൻസ് സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു വി, ദാറ്റ് ഈസ് every element v belongs to v can be expressed as a linear combination of elements of S. ഓക്കെ, എസ്സിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന കിട്ടി. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ റെപ്രസെൻറ്റേഷൻ യുണീക്ക് ആണെന്നും കൂടെ പ്രൂവ് ചെയ്താൽ മതി. അതായത് വി ഹാവ് ടു പ്രൂവ്. ഇനി എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ദിസ് റെപ്രസെൻറ്റേഷൻ ഈസ് യൂണീക്ക്, അല്ലെ? ദിസ് എക്സ്പ്രഷൻ ഈസ് യൂണീക്ക്. This expression or representation is unique. നമ്മൾ യൂണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധാരണ എന്താ ചെയ്യുക? രണ്ട് റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്ന് എടുക്കും, എന്നിട്ട് രണ്ട് ഈക്വൽ ആണെന്ന് പറയും, അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. സപ്പോസ് ദാറ്റ് v equal to some alpha 1 u1 plus alpha 2 u2 plus etc. up to alpha n un, and v equal to beta 1 u1 plus beta 2 u2 plus etc. up to beta n un എന്നെടുത്തു. ഓക്കെ, സം n വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് വിയിലെ വി എന്ന് പറയുന്ന എലമെൻറ്റിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. രണ്ട് റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്ന് കൊടുത്തു. ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവിടെ യു ഐ എന്നെടുത്തിരിക്കുന്നതൊക്കെ എസ്സിലെ എലമെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെഴുതാം? ആൽഫ ഐകളും ബീറ്റ ഐകളും നമ്മുടെ ഫീൽഡിലെ വെക്ടേഴ്സാണ്, ഫീൽഡിലെ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ വി ഈക്വൽ ടു എന്തെഴുതിയത്? സിഗ്മ ഓഫ് ആൽഫ ഐ യു ഐ എന്ന് എഴുതാം. അതുപോലെ തന്നെ വി ഈക്വൽ ടു സിഗ്മ ഓഫ് ബീറ്റ ഐ യു ഐ എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ ഇതിൻ്റെ LHS രണ്ട് സൈഡിലും ഈക്വലാണ്. സോ നമുക്കിതിനെ ഇങ്ങനെ എഴുതാമല്ലോ. സിഗ്മ ആൽഫ ഐ യു ഐ ഈക്വൽ ടു സിഗ്മ ബീറ്റ ഐ യു ഐ എന്ന് എഴുതാം, അല്ലേ? ഇവിടെ നമുക്ക് എന്തെഴുതാം? വിച്ച് ഇംപ്ലൈസ് സിഗ്മ ഓഫ് ആൽഫ ഐ യു ഐ മൈനസ് സിഗ്മ ഓഫ് ബീറ്റ ഐ യു ഐ എന്ന് എഴുതാം, അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് നമുക്ക് എന്തെഴുതാം? വിച്ച് ഇംപ്ലൈസ് സിഗ്മ ഓഫ് ആൽഫ ഐ മൈനസ് ബീറ്റ ഐ യു ഐ എന്ന് എഴുതിയാലോ. ഇനി ഇതെന്താ മീൻ ചെയ്യണത്? അതായത് ഞാൻ ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇനി എക്സ്പാൻഡ് ചെയ്ത് എഴുതണോ? എൻ വെക്ടേഴ്സ് അടുത്തെഴുതെങ്കിൽ ഇങ്ങനെ വരും. ആൽഫ 1 മൈനസ് ബീറ്റ 1 ഇൻറ്റു u1 പ്ലസ് ആൽഫ 2 മൈനസ് ബീറ്റ 2 ഇൻറ്റു u2 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ n മൈനസ് ബീറ്റ n ഇൻറ്റു un ഈക്വൽ ടു 0. ഇനി നമുക്കറിയുന്ന ഒരു കാര്യം, ഈ u1 u2 എക്സെട്ര അപ് ടു un എന്ന് പറയുന്നത് എവിടെയുള്ള എലമെൻ്റാണ്? എസ്സിലെ എലമെൻ്റ് ആണല്ലേ. എസ്സിലെ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? എസ്സിലെ എലമെൻറ്റ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം എസ് ബേസിസ് ആണെന്നല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ എസ്സിലെ എലമെൻറ്റ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതെന്താ മീൻ ചെയ്യുന്നത്? ഇതൊരു സ്കെലാറാണ് ഇൻറ്റു u1, ഇത് അനദർ സ്കെലാർ ഇൻറ്റു u2 എക്സെട്ര അപ് ടു അനദർ സ്കെലാർ ഇൻറ്റു un ഈക്വൽ ടു 0. 0യുടെ റെപ്രസെൻറ്റേഷനിലേക്ക് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം. 0ക്ക് ട്രിവിയൽ റെപ്രസെൻറ്റേഷനേ ഉള്ളൂ എന്നല്ലേ. അപ്പോൾ ഇതിലെ ഓരോ സ്കെലാറുകളും ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ആൽഫ 1 മൈനസ് ബീറ്റ 1 ഈക്വൽ ടു 0, ആൽഫ 2 മൈനസ് ബീറ്റ 2 ഈക്വൽ ടു 0 എക്സെട്ര അപ് ടു ആൽഫ n മൈനസ് ബീറ്റ n ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? സിൻസ് u1 u2 എക്സെട്ര അപ് ടു un ബിലോങ്സ് ടു
എസ് ആണ് ആൻഡ് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ മീനിങ് എന്താ? ആൽഫ 1 ഈക്വൽ ടു ബീറ്റ 1 അല്ലേ? ഇവിടെയോ ആൽഫ 2 ഈക്വൽ ടു ബീറ്റ 2 എന്ന് കിട്ടും, എക്സെട്രാ അപ് ടു ആൽഫ 1 ഈക്വൽ ടു ബീറ്റ n. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ആൽഫ 1 ബീറ്റ 1 ഒക്കെ നമ്മൾ രണ്ട് റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്നല്ല എടുത്തത്, രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിയില്ലേ? സോ ഇറ്റ് ഈസ് എ യൂണിക് റെപ്രസെൻറ്റേഷൻ. ക്ലിയർ? which implies alpha I equal to beta I for every I. That is, every element V in V can be expressed as a linear combination of vectors of S അല്ലെങ്കിൽ elements of X, linear combination of elements of S. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് പ്രൂവ് ചെയ്യണം. അതായത് ഏതൊരു എലമെൻ്റ് എടുത്താലും നമുക്കതിന് യൂണീക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ട് എസ്സിലെ എലമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ നമുക്കത് ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ നോക്കാം. Conversely, suppose that every element of V can be expressed in a unique way as a linear combination of elements in S. എസ്സിലെ എലമെൻറ്റ്സിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വിയിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും നമുക്കതിനെ യൂണീക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ തന്നെ ഒരു കാര്യം തന്നെ പറയാം, വിയിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും എസ്സിലെ എലമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് യൂണീക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതായത് വിയിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും എസ്സിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് മീനിങ്? വിച്ച് ഇംപ്ലൈസ് ദെൻ ക്ലിയർലി ഇവിടുന്ന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കാം, സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു വി. വിയിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും എസ്സിലെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും എന്നല്ലേ പറയുന്നത്. ദാറ്റ് ഈസ് സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു വി. ഇനി നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻസും കൂടെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഏതൊരു എലമെൻ്റ് എടുത്താലും യുണീക്ക് റെപ്രസെൻറ്റേഷനാണ് യൂസിങ് ദ എലമെൻറ്റ്സ് ഓഫ് എസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 0 എന്ന് പറയുന്ന എലമെൻറ്റിനും എന്തേ ഉണ്ടാവുള്ളൂ? യൂണീക്ക് റെപ്രസെൻറ്റേഷൻ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 0 എന്ന് പറയുന്ന എലമെൻറ്റിന് യൂണീക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്ന് പറയുന്നതിന് മീനിങ് എന്താ? ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം, by our assumption 0 in V can be expressed in only one way as a linear combination of elements of S. എസ്സിലെ എലമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 0നെ ഒറ്റ രീതിയിലേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 0ക്ക് ഒരു ട്രിവിയൽ റെപ്രസെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 0 ഹാസ് എ ട്രിവിയൽ റെപ്രസെൻറ്റേഷൻ. ദാറ്റ് ഈസ് 0 ഹാസ് എ ഓൺലി ട്രിവിയൽ റെപ്രസെൻറ്റേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? എസ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. എസ് സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു വി എന്ന് കിട്ടിയിട്ടുണ്ട്, എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. വിച്ച് ഇംപ്ലൈസ് എസ് ഇസ് എ ബേസിസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 2 പാർട്ടും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നന്നായിട്ട് മനസ്സിലാക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.